മൈ ഡിയർ ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു ഡിസംബർ ജേണലിംഗ് ആട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മാത്രമാണ് ഈ ജേണലിംഗ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്സ് എന്തെങ്കിലും ചാനൽ ഉടനെ ഞാൻ ഇടും കേട്ടോ. അപ്പോൾ പോസ്റ്റ് ഇടും, അപ്പോൾ അതിനൊക്കെ പോയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനത് ഗ്രീൻ ആൻഡ് റെഡ് തീമാട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോന്നങ്ങനെ അടിയൊക്കെ വീഴട്ടെ, ഇതിൻ്റെ ഇടയിൽ വീടെടുക്കേണ്ട ഇടയിലേക്ക് അതാണ് ആകെ ദേഷ്യമായിട്ട് സംഭവം ഇപ്പം കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, ഫുൾ സപ്പോർട്ട് എടുക്കുന്ന ഗൈസ് എൻ്റെ ചാനലിന് കേട്ടോ. അല്ല അതിൻ്റെ ഫേക്ക് നെയിൽസിൻ്റെ ബോക്സ് അടിയേക്ക് വീണു. ഇനി ഇതാ ഇപ്പോൾ വരിക, അടുത്തത് കണ്ടില്ലേ, ഇതപ്പോൾ വരിക കണ്ടില്ലേ. ഇതുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്രിസ്മസ് ഡിസംബറിന്ന് പറയുമ്പോഴത്തേന് മനസ്സിൽ വരെ എക്സാം, അതുപോലെ തന്നെ എനിക്ക് ക്രിസ്മസ് എക്സാം എന്ന് പറയാൻ എനിക്ക് തല പുഴുന്ന സംഭവമാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിനൊരു ലൈക്ക് ഗൈസ് പ്ലീസ് എനിക്ക് തരിക കേട്ടോ, ഒരു കമൻറ്റ് ഇട്ട് വിളിക്കുക. സോങ്ങിൻ്റെ പ്രാക്ടീസ് നടക്കുക കേട്ടോ, ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടക്കാനടി, അതാണ് നിങ്ങൾ കേൾക്കുന്ന സോങ്. ഇത് ഞങ്ങൾ കസിൻസ് ഒന്നല്ല ഗൈസ്, എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവളാണ് ഡാൻസ് കളിക്കുക കേട്ടോ, അതാണ് കേട്ടത്. അതൊരു ട്രെൻഡിങ് ഡാൻസില്ലേ, കല്യാണി എന്നൊക്കെ പറഞ്ഞൊരു ഡാൻസ്, അതാണ് അവൾ കളിക്കുന്നത്. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ പോയിട്ട് യൂട്യൂബിൽ പോയി അടിച്ചു കൊടുത്താൽ മതി ഗൈസ്, കിട്ടും. കല്യാണി മറ്റേ ഈ സോങ് അല്ലേ, കല്യാണി മച്ചാ സോങ് അല്ല, വേറൊരു സോങ്ങാണ് ഗൈസ്. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അത് വിചാരിച്ചു റെഡ് മാത്രം കൊടുത്താൽ മതി ഒരു കള്ളിയിൽ, പിന്നെ വിചാരിച്ചെന്നാൽ അതിൻ്റെ ഇടയിൽ ഗ്രീനും കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ അവരെ ബോ വരക്കണം കേട്ടോ ഗൈസ്. എന്തോ അടിയിലൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഏതാ നമ്മൾ കാര്യമാക്കണില്ല. പിന്നെ അതാ എൻ്റെ ഒരു റെയിൻബോ ജേണലിങ് ഉണ്ടായിരുന്നു, ഒടുക്കത്തെ ജേണലിങ് വന്നിട്ട് അത് മറക്കാൻ പറ്റില്ല എൻ്റെ ലൈഫിൽ എനിക്ക്. അതിൻ്റെ ആ ഒരു ജേണലിങ് എന്താ പുറത്തേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ല, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഏകദേശം സെറ്റാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അപ്പുറത്തെ പേജ് കൊണ്ട് ചെയ്യാന്ന്, പിന്നെ വിചാരിച്ചു നല്ല കട്ടുള്ള പോലെ ഫീൽ ചെയ്തപ്പോൾ അത് വേണ്ട എന്നിട്ട് ഒരു ബോം കൂടി ഞാൻ വരക്കുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് ആയിട്ട് അതിൻ്റെ സ്റ്റിക്കൊക്കെ ഞാൻ വരക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നടുവിൽ ഞാൻ ഒരു കേക്ക് പോലെ സംഭവം വരക്കുന്നുണ്ട്. അതൊക്കെ ഒരു സസ്പെൻസാണ് ഗൈസ്. അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഞാൻ എന്തായാലും പറഞ്ഞുതരാമല്ലേ. അങ്ങനെ തന്നെ ഇതിന് കളർ എടുക്കണം. അതിൻ്റെ ബാക്കിൽ ഇത് ചട്ട വെച്ചിട്ടോ. അപ്പം പിന്നെ മനസ്സിലാണത് ബുക്കിൻ്റെ ബാക്കിലാണ്, ഇത് പേജിൻ്റെ ബാക്കിലല്ലേ വെക്കുന്നുണ്ട്. അതാണ് എനിക്ക് വലിയൊരു അബദ്ധം. ഒരുപാട് പൊട്ടത്തരങ്ങളാട്ടോ ഗൈസ് ഈ ഒരു ജേണലിങ് എനിക്കുണ്ടായത്. തിരക്ക് പിടിച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ സ്കെച്ച് നിറം വരില്ല കേട്ടോ. എനിക്ക് ആകെ എൻ്റെ കയ്യിൽ എല്ലാത്ത കളറെന്ന് പറയുന്നത് റെഡാണ്. അപ്പോൾ ഇത് റെഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിന് ലൈറ്റിന് വെച്ചത് ഓറഞ്ച് കളറാണ്. ഈ റെഡ് എന്നുള്ളത് തീരെ കളർ വരില്ല കേട്ടോ. അതാണ് ദേഷ്യം. ഞാൻ ഒരുപാട് എനിക്ക് അത്യാവശ്യം ഒരു കളറാണ് റെഡ് കേട്ടോ. അത് തീരെ ഉള്ള ഗൈസ് എൻ്റെ കയ്യിൽ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. തീരെ ഇല്ല. പിന്നെ ഉള്ളൊരു ലൈറ്റ് റെഡ് ഉണ്ട്, അതിൽ അതൊക്കെ ഓറഞ്ച് തീം കളറാട്ടോ. അതിൻ്റെ ഇടയിലുണ്ട് എൻ്റെ അനിയത്തി വന്നിട്ട് ഇങ്ങനെ ആ ക്യാമറ ഇളക്കി പോകണം, അങ്ങോട്ട് കൊടുക്കാൻ തോന്നിയ സാധനത്തിന് ഗൈസ് എനിക്ക്. പിന്നെ അത് ബോയ് അല്ല അത് കളർ കൊടുക്കുക. അപ്പോൾ അത് എനിക്ക് മനസ്സിലാകും ഇതിൽ കളർ ഉണ്ടോ ഇല്ലെന്ന് കേട്ടോ. പിന്നെ അത് ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഞാൻ. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ചാട്ടം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ആരംഭിക്കാം കേട്ടോ ഗൈസ്. ഞാനിത് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടൈമുണ്ട്, എന്തായാലും അത്യാവശ്യം ടൈം എടുക്കും. വേറെ ഇതൊക്കെ പാടങ്ങനെ വരച്ച് ചെയ്യണ്ട. അപ്പോൾ നിങ്ങളെന്തായാലും ഡിസംബർ ജേണൽ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആ ഷോർട്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. ഷോർട്സ് എന്തായാലും ചാനൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം എല്ലാവരും പോയി കാണാം. അതിൻ്റെ സോങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് പോയി മൊത്തത്തിൽ ഫിനിഷ് അടിപൊളി ലുക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ എന്തോ കുറവ് പോലെ, പിന്നെ ഞാൻ വിചാരിച്ചു ഗ്രീനും കൊടുക്കാമെന്ന്. അപ്പോൾ ഒന്നും കൂടി പെർഫെക്ഷൻ തോന്നുമായിരിക്കും. ഇത് നിറത്തെ കണ്ടത് ഭംഗിയുണ്ട്, എന്നാലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ട് വെച്ചോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് വരച്ചപ്പോൾ അടിപൊളി കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് അവിടെ രണ്ട് ഫിനിഷേക്ക് മൊത്തത്തിൽ ഇതാണ്, അടിപൊളിയല്ലേ കാണാൻ. എനിക്കിഷ്ടമായോ, കുഴപ്പമില്ലല്ലേ. പിന്നെ ഞാൻ പെൻസിലോട് വരച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ പർപ്പിളിൻ്റെ നമ്മളെ റെയിൻബോ തീം ഉണ്ടല്ലേ, അത് അവിടെ ഉണ്ട് കേട്ടോ. അതായത് പർപ്പിളൊക്കെ ഇല്ല, അതൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ അതും മായിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്നും മായ്ക്കാണ് ഞാൻ. എൻ്റെ അനിയത്തിൻ്റെ റബ്ബറാട്ടൊക്കെ എടുത്ത് തുടങ്ങുന്നതാണ്. അവളോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞു വേണ്ടത്, പക്ഷേ ഞാൻ പിന്നെ എടുത്തിട്ട് നേസിൽ പോകുന്ന കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഒരു ലൈക്ക് നിങ്ങളെ വക കിട്ടാതെ ഗൈസ്, കിട്ടില്ലെങ്കിൽ വിഷമിക്കൂട്ടോ. ഇതാണ് ഗൈസ് നമ്പർ 1 സംഭവം കേട്ടോ. ഇതുണ്ടല്ലേ ഈ ഒരു ഇതെന്താ സംഭവം എന്നോട് ചോദിക്കരുത്, ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ സംഭവം. പിന്നെ അതിൻ്റെ പിങ്ക് കണ്ടപ്പോൾ എന്തോ അത് ക്രിസ്മസ് ആയിരുന്നു, എൻ്റെ പിങ്ക് കൊടുത്തെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാനെന്താ നിറമുള്ള സ്കെച്ച് കൊണ്ട് തന്നെ ഞാനിത് അന്ന് ചെറുതായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടെത്തുന്നത് അത്യാവശ്യം നിറമുണ്ടല്ലോ റെഡെന്ന്, പക്ഷേ തീരെ നിറമില്ല കേസ്. അത് ഫിൽറ്ററിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല, തീരെ നിറമില്ല അത് സംഭവം കേട്ടോ. അതുകൊണ്ട് ഔട്ട്ലൈനൊക്കെ ഞാൻ ഇങ്ങനെ കൊടുക്കാം. ഡിസംബറിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ നടുവിലെ കാഡിൽ നിൽക്കുന്ന സംഭവം കൊണ്ടില്ല, അവിടെ എന്തെങ്കിലുമൊക്കെ കളർ എടുക്കണമെന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട ഒരു ബ്ലാക്ക് ലൈനില്ല മതി വിചാരിച്ചു. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് എന്താ ഒരു ഒരു സ്റ്റിക്കിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നിൽ കുള്ളന്മാരിൻ്റെ സ്റ്റിക്ക് അങ്ങനെയൊക്കെ പറയില്ല, ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പുറത്തായി പോയി ഗൈസ്. എന്താ ഫൈനൽ ലുക്ക് ഇതാണ്, ആയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്.
ഗൈസ് ഡിസംബർ ഞാനിവിടെ എഴുതി കൊടുക്കാം കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ കാര്യമാക്കരുത് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ റെഡ് കൊണ്ട് ലവ് ചിഹ്നങ്ങൾ കൊടുത്തു. പിന്നെ ഞാനിതാ ഗ്രീൻ കളർ കൊണ്ട് ഞാൻ ലവ് ചിഹ്നം കൊടുക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്ന ഗ്രീനും കൂടിയും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇടയിൽ ഡിസംബറിന് ഇതിന് വല്ലാതെ ഡെക്കറേഷൻ കൊടുക്കുക എൻ്റെ മനസ്സ് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്താ ചെറുതായിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് ലവ് ചിഹ്നങ്ങൾ കൊടുത്തപ്പോഴാണ് ഒരു ഭംഗി, പക്ഷേ ഇത് മുകളിൽ ഇനി പ്ലെയിൻ ആയ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്ത് ചെയ്യുക, ഒരു വെറുതെ ഇപ്പം ഡിസംബറിന് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ ഡിസംബർ മന്തല്ലേ, അപ്പോൾ ഇനിയുള്ളൊരു വെൽക്കം ചെയ്യണം നമ്മൾ. പഠനം പുറത്ത് വരുന്ന സാധനങ്ങളൊക്കെ ഗൈസ് ഞാൻ കരുതി പോയിട്ടോ. അപ്പോൾ ഞാനത് അതിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആ ഒരു കുന സാധനങ്ങൾ അതേപോലെ തന്നെ വെട്ടിയെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് തൊപ്പിയാണ് ഇതിൻ്റെ പ്ലാൻ. നമുക്ക് അവിടെ അടിയിലൂടെ ക്രിസ്മസ് അപ്പൂപ്പൻ എന്തെങ്കിലുമൊക്കെ വരച്ച് വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അത് കൂന പോലത്തെ ആ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. തൊപ്പിൻ്റെ ഉണ്ട സാധനം ഉണ്ടാവില്ല, ഇനി യെല്ലോണ് വൈറ്റ് ഉണ്ടാകും, പക്ഷേ യെല്ലോണ് കൊടുത്തിട്ടില്ല. വൈറ്റ് കൊടുത്തൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ, പെൻസിലുകൊണ്ട് വരച്ചിട്ട് ഞാനത് അതാണ് മെയിനും. എന്നിട്ട് അത് അവിടെ രണ്ടെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ എഴുതണ്ട, അതിന് കുറച്ച് തോട്ട് ഞാൻ എഴുതാമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബ്ലാക്ക് പെന്നിൽ അതാണ് ആകെ ദേഷ്യ സമരമുള്ള സംഭവം, ബ്ലാക്ക് പെന്നിലുണ്ടോ ഗൈസ് എൻ്റെ കയ്യിൽ. വാങ്ങാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ എൻ്റെ ഓൾറെഡി ഉള്ളതെല്ലാം ബ്ലൂ ആട്ടോ, അപ്പോൾ ബ്ലൂ കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നല്ലൊരു സങ്കടമുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെതാ അതും കഴിഞ്ഞിട്ട് ഞാനത് മേരി വെരി വെരി ക്രിസ്മസ്, മേരി വെരി അഡ്വാൻസ് ക്രിസ്മസ്. മനസ്സിലായി നമുക്ക് മനസ്സിലാവും. 25-ാം തീയതി എപ്പോഴാണ് ക്രിസ്മസ് ഉള്ളത് തോന്നുന്നുണ്ട്, 23-ാം തീയതി എപ്പോഴാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിൽ സെലിബ്രേഷൻ ചെയ്യുന്നത് 23-ാം തീയതി കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഏതാണെന്ന് ഷോർട്സിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ലവ് ചിഹ്നങ്ങളൊക്കെ ഇത് ഓരോന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ആ ലവ് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗ്രീന് വേണ്ട വിചാരിച്ചിട്ടോ. അത് ഫൈനൽ ലുക്ക് ഇതാണ്, ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ് കേട്ടോ. അപ്പോൾ അത് ഫൈനൽ ലുക്ക് ആയിട്ടുള്ള ഒരു ലബൂബും കൂടി വെച്ചിട്ടോ, കയ്യിലും റെഡ് തീമലായിരിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടത് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ഷോർട്സ് കാണാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞെക്കാതെ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.